തെക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശം നിറച്ച് കൊട്ടിക്കലാശം. പലയിടത്തും ഇടത് വലത് മുന്നണികൾക്ക് കരുത്ത് കാട്ടാനാകാതെ പോയപ്പോൾ കൊട്ടിക്കലാശങ്ങൾ ശക്തി പ്രകടനങ്ങളാക്കി മാറ്റുകയായിരുന്നു NDA. ശബരിമല സ്വർണ്ണക്കവർച്ചയും ഭരണവിരുദ്ധ വികാരവുമെല്ലാം ഉയർത്തിയായിരുന്നു അവസാന ദിവസത്തെ BJPയുടെ പ്രചാരണം. നിശബ്ദ പ്രചാരണത്തിലേക്ക് കടക്കും മുൻപ് ശക്തി തെളിയിക്കാനുള്ള സമയമാക്കി മുന്നണികൾ കലാശക്കൊട്ടിനെ മാറ്റി. പരസ്പരം പാരടി ഗാനം ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചും മുന്നണികൾ കരുത്ത് തെളിയിച്ചു. നേമം നിയോജക മണ്ഡലത്തിൽ വികസനമുയർത്തിക്കാട്ടി NDA കലാശക്കൊട്ട് നടത്തിയപ്പോൾ ഇടത് വലത് മുന്നണികളുടെ സാന്നിധ്യം നന്നേ കുറവായിരുന്നു. വിജയം ഉറപ്പെന്ന NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അവസരം തരൂ. മാറി മാറി ഭരിച്ച CPM കോൺഗ്രസ് നാടിനെ നശിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊരു അവസരം തന്നാൽ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം അതുപോലെ തന്നെ നേമത്തിലും കേരളത്തിലും ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുണ്ടോ കഴിവുണ്ടോ എന്ന് ഞങ്ങൾ കൃത്യമായി പറയും. നരേന്ദ്രമോദിയുടെ വികസന ഗ്യാരണ്ടിക്ക് നെയ്യാറ്റിൻകരയിലെ ജനത ഇക്കുറി വോട്ട് ചെയ്യുമെന്ന് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ചെങ്കൽ S. രാജശേഖരൻ നായർ. നെയ്യാറ്റിൻകരയിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ ആരംഭിച്ച റോഡ് ഷോ ഉദിയൻകുളങ്ങരയിൽ കൊട്ടിക്കലാശത്തോടെ സമാപിച്ചു. ഈ കുട്ടികളെല്ലാം ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ തൊഴിൽ കൊടുക്കുന്ന രീതിയിൽ ഈ നെയ്യാറ്റിൻകരയെ നമ്മൾ ഒരു വലിയ ഇൻഡസ്ട്രിയൽ ഹബ്ബായിട്ട് നമുക്ക് മാറ്റുവാൻ സാധിക്കും. ഇപ്പോൾ ഈ അടഞ്ഞു കിടക്കുന്നതായിട്ടുള്ള ആട്ടോ മാനുഫാക്ചറിങ് അത് ഓൾറെഡി 8 മാസമായിട്ട് ശമ്പളം പോലും കൊടുക്കും. KL അതിനെ നമുക്ക് നല്ല ഹൈടെക് ടെക്നോളജി ഇലക്ട്രിക് ആട്ടോ മാനുഫാക്ചറിങ് യൂണിറ്റായിട്ട് മാറ്റി ഇവിടെ തന്നെ ഇലക്ട്രിക് സൈക്ലിംഗ് യൂണിറ്റും ഒരുപാട് ഇൻഡസ്ട്രീസ് നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. കഴക്കൂട്ടത്തെ കലാശക്കൊട്ട് NDA പ്രവർത്തകരുടെ കടലാക്കി ശ്രീകാര്യത്തെ മാറ്റി. മണ്ഡലത്തിലെ വോട്ടർമാർ വികസനവും വിശ്വാസ സംരക്ഷണവും ചർച്ച ചെയ്യുമെന്ന് NDA സ്ഥാനാർത്ഥി V. മുരളീധരൻ. വികസനവും വിശ്വാസ സംരക്ഷണവും ആ രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. വോട്ടർമാരും NDAയ്ക്കായി കഴക്കൂട്ടം ഉറപ്പിച്ചു. നേമത്തിലും കഴക്കൂട്ടലും വട്ടിയൂർക്കാവിലും താമര വിരിഞ്ഞിരിക്കും. ഇപ്രാവശ്യം വലിയൊരു തരംഗമാണ് BJP കിട്ടാൻ പോകുന്നത്. താമര വിരിഞ്ഞത് കോർപ്പറേഷനിൽ താമര വിരിഞ്ഞ കണക്ക് തിരുവനന്തപുരം മണ്ഡലങ്ങളിലെല്ലാം BJP മുന്നേറ്റം നടത്തും. നമ്മുടെ വികസനമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ താമര വിരിയും. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കലാശക്കൊട്ട് നടന്ന പേരൂർക്കടയിൽ ആന, കടുവ, പുലി ഇവയെ ഇറക്കിവിട്ടായിരുന്നു BJP പരസ്യ പ്രചാരണത്തിന് ക്ലൈമാക്സ് തീർത്തത്. ആഘോഷം ടോപ്പ് ഗിയറിലേക്ക് മാറിയതോടെ പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് BJP സ്ഥാനാർത്ഥി R. ശ്രീലേഖ എത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും ശ്രീലേഖയുടെ കൊട്ടിക്കലാശത്തിന് മാറ്റുകൂട്ടി. ശബരിമല സ്വർണ്ണക്കവർച്ച, ഭരണവിരുദ്ധ വികാരം ഇവയെല്ലാമായിരുന്നു BJP പ്രചാരണത്തിൽ മുഖ്യ വിഷയമാക്കി ഉയർത്തിയത്. അയ്യപ്പന്റെ കൊള്ള വലിയൊരു അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോയത് ഒരു വലിയ കാര്യമായിരുന്നു. പിന്നെ വട്ടിയൂർക്കാവിൽ പ്രത്യേകിച്ച് വികസന മുരടിപ്പ്, അവിടെ വലിയ വലിയ എമൗണ്ട് ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവാക്കിയെന്ന് പറഞ്ഞിട്ടും ഒരിടത്തും സ്പർശിക്കാത്ത ഒരു വികസനം. അപ്പോൾ ഇത്രയും കോടി എവിടോട്ട് പോയി എന്നുള്ളൊരു വലിയ ചോദ്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല. എവിടെയാണ് ഈ വികസനം നടന്നിട്ടുള്ള എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതേ കാണാൻ സാധിക്കുന്നുള്ളൂ. 101% വിജയം ഉറപ്പെന്ന കലാശക്കൊട്ടിനിടെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം NDA സ്ഥാനാർത്ഥി കരമന ജയൻ. പഴവങ്ങാടിയിൽ നടന്ന കലാശക്കൊട്ടിൽ നൂറുകണക്കിന് BJP പ്രവർത്തകർ പങ്കെടുത്തു. വിജയം ഉറപ്പാണ്, വിജയം ഉറപ്പാണ്, വിജയം ഉറപ്പാണ്. ജനങ്ങൾ ശിരസ വഹിച്ചു കഴിഞ്ഞു BJPയെ. തിരുവനന്തപുരത്ത് തരംഗമാണ്, തിരുവനന്തപുരം സിറ്റിയിൽ തരംഗമാണ്, അനന്തപുരിയിൽ തരംഗമാണ്. ഈ മണ്ണിൽ BJPയുടെ തരംഗം ആഞ്ഞടിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് ഇന്ന് ജനങ്ങളുടെ വികാരം BJPക്ക് അനുകൂലമാണ്. ജനങ്ങൾ സംസാരിക്കുന്ന BJPക്ക് അനുകൂലമാണ്. മറ്റന്നാള് പോളിംഗ് സ്റ്റേഷനിൽ പോകുമ്പോൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് NDA MLA-മാർ കേരളം ഭരിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വരും. ആരും സംശയമൊന്നും വേണ്ട. കൊല്ലത്തും കൊട്ടിക്കലാശം കൊഴിപ്പിച്ച് NDA. ചാത്തന്നൂർ മണ്ഡലത്തിൽ വിവിധയിടങ്ങളിലെ പര്യടനത്തിന് ശേഷം വൈകിട്ടോടെ NDA സ്ഥാനാർത്ഥി BB ഗോപകുമാർ ചാത്തന്നൂർ ജംഗ്ഷനിലെത്തി. വാദ്യമേള ഘോഷങ്ങളോടെ പ്രവർത്തകർ നൃത്തച്ചുവടുകൾ വെച്ചു. പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത അദ്ദേഹം വാഹനത്തിനു മുകളിൽ കയറി പതാക വീശി. കരുനാഗപ്പള്ളിയിൽ VS ജിതിൻ ദേവ് BJP പ്രവർത്തകരെ ആവേശക്കൊടുമുടിയിൽ ആറാടിച്ചു. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ N. പ്രതാപ് കുമാർ ചിന്നക്കടയിൽ പ്രവർത്തകരോടൊപ്പം കൊട്ടിക്കലാശത്തിൽ ഒത്തുചേർന്നു. പത്തനംതിട്ടയിലും കൊട്ടിക്കലാശം ആവേശപൂർവ്വം അവസാനിച്ചു. ആറന്മുള മണ്ഡലത്തിൽ കൊട്ടിക്കലാശം
കൊട്ടിക്കലാശം പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിൽ നടന്നു. പത്തനംതിട്ട ജില്ലയിൽ കുമ്മനം രാജശേഖരൻ, അനൂപ് ആന്റണി ഉൾപ്പെടെ NDA സ്ഥാനാർത്ഥികൾ വലിയ വിജയപ്രതീക്ഷയിലാണ്. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ്. അവസാന വോട്ടും ഉറപ്പിക്കാൻ മുന്നണികൾ ഓട്ടത്തിലും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ജനം, തിരുവനന്തപുരം.